നമ്മുടെ ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ സ്നേഹാദരവുകളോടെ ശുശ്രൂഷിക്കുക. അച്ഛൻ അമ്മ, അമ്മ അച്ഛൻ, അവരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്നേഹിക്കുക, സേവിക്കുക. മരിച്ചവരെ സംബന്ധിച്ച് ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യുക. ഇത് രണ്ടും ചെയ്താൽ പോരാ, നമ്മുടെ അടുത്ത തലമുറ കാണുകയും കൂടി വേണം കേട്ടോ. വ്യക്തമാണല്ലോ. ഇത്രയും ചെയ്താൽ പിതൃയജ്ഞായി. യജ്ഞം 1. ദിവസവും അല്പമെങ്കിലും നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ പഠിക്കുക. ഇന്നത് പഠിക്കണം എന്ന് പറയുന്നില്ല. നിങ്ങൾ നാളെ തൊട്ട് മാണ്ഡൂക്യോപനിഷത്തിൻ്റെ കാരിക പഠിച്ചോളണം, അല്ലെങ്കിൽ ഭാഷ്യം പഠിച്ചോളണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ലളിതമായി അവനവന് ദഹിക്കുന്ന രാമായണോ ഭാരതോ ഭാഗവതോ പുരാണങ്ങളോ ഭക്തിശാസ്ത്രങ്ങളോ ഇന്നതെന്നില്ല. എന്തെങ്കിലും സദ്ഗ്രന്ഥങ്ങൾ, ഇല്ലെങ്കിൽ ലളിതമായ ആചാര്യന്മാർ നമുക്ക് പകർന്നു നൽകിയ ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട്. ഏതെങ്കിലും ഒന്ന് ദിവസവും പഠിക്കുക. അതിലടങ്ങിയ ആശയങ്ങളെ അടുത്ത തലമുറയ്ക്ക് കഥകളായിട്ടോ പാട്ടുകളായിട്ടോ തമാശയായിട്ടോ കളിയായിട്ടോ ഒക്കെ പകർന്നു നൽകുക. ഇത് ചെയ്താൽ ബ്രഹ്മയജ്ഞായി. 2 അടുത്തത്, ദിവസവും അഗ്നിഹോത്രം ചെയ്യുക. അഥവാ അവനവൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഒന്ന് പോയി ഭക്തിപൂർവ്വം ഉപാസിക്കുക. ദിവസവും കുറച്ചെങ്കിലും മന്ത്രജപം ചെയ്യുക. കുറച്ചു നേരം മതി. കുറച്ചു നേരം നാമം ജപിക്കുക. നമ്മുടെ സമൂഹത്തിൽ എന്തെല്ലാം കഷ്ടപ്പാടും ദുഃഖങ്ങളും ഉണ്ട്. നമുക്ക് സാധിക്കുന്ന സേവ ചെയ്യുക. രോഗിക്കാണോ ഔഷധം കൊടുക്കുക, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക, ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുക, ഒരു സാന്ത്വന സ്പർശം നൽകുക, ഒന്ന് ചിരിക്കുക. ചെയ്തൂടെ? ഈ മസിലും പിടിച്ചിങ്ങനെ ഇരിക്കാതെ. എന്നാൽ ദൈവയജ്ഞായി. അപ്പോൾ ദൈവയജ്ഞം കുറച്ച് അധികം പറഞ്ഞു കിട്ടുമോ? അഗ്നിഹോത്രം, ക്ഷേത്രോപാസന, മന്ത്രോപാസന, ജപം, സേവാപ്രവർത്തനങ്ങൾ, ഇതൊക്കെ ദൈവയജ്ഞ. 3 യജ്ഞായിട്ടുവോ? ഇതൊക്കെ ചെയ്തൂടെ? നമ്മളെ സമൂഹത്തിലെ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുക. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വീട്ടിൽ ആരെങ്കിലും ചുറ്റുപാട് വിശന്നിരിക്കണുണ്ടോ നോക്കുക. വീട്ടിലല്ല, വീടിൻ്റെ ചുറ്റുപാട് സ്നേഹമായിട്ട് പങ്കുവെക്കുക. പോരാ, വീട്ടിൽ വരുന്ന അതിഥികളെ പൂജിക്കുക. 4 മനുഷ്യയജ്ഞം. 5 ഭൂതയജ്ഞം. നമ്മുടെ വീടിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ചെടികൾക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുക, അവയെ വളർത്തുക. പട്ടി, പൂച്ച, കാക്ക, കോഴി എന്ന് വ്യത്യാസമില്ല, എല്ലാ ജന്തുക്കളെയും സ്നേഹിക്കുകയും നമുക്ക് സാധിക്കുന്നത് ചെയ്യുകയും ചെയ്യാം. ഭൂതയജ്ഞം. 5 യജ്ഞായി. ഇതാണ് പഞ്ചമഹായജ്ഞം. ആർക്കും എപ്പോഴും ചെയ്യാന്നേ.